மண்பானையில பழங்கஞ்சி, மயக்கின கிழங்கு, கட்டன் தயிர், மாங்காய் அச்சாறு, பீட்ரூட், இதுக்கு கூட நல்ல மீன் ஃப்ரையும் எடுத்து வச்சு மிக்ஸ் பண்ணி ஒரு பொடி பிடிச்சோன்னு வச்சுக்கோங்களேன். டேஸ்ட் அம்சமா இருக்கும். സമയം രാവിലെ 11:30. ചൂട് ഇപ്പോൾ കാണിക്കുന്നത് 33 ഡിഗ്രിയാണ് കാണിക്കുന്നത്. തലസ്ഥാനം ചുട്ടുപൊള്ളുകയാണ്. അപ്പോൾ നമുക്ക് ഈ ബിരിയാണിയും അതുപോലെ ചോറൊക്കെ നിന്ന് മടുക്കും ചെയ്തു. അപ്പോൾ നല്ല പഴങ്കഞ്ഞി കുടിച്ചാലേ തകൃതിയാവും. കാരണം വയറ് നല്ല തണുക്കും. അങ്ങനെ നല്ല കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഒരു അടിപൊളി പഴങ്കഞ്ഞി കാച്ചിയാലോ. അപ്പോൾ കടയും കാര്യമെല്ലാം പറഞ്ഞുതരാം. വാ. അയ്യോ എന്തൊരു വെയിൽ. അസനെ ഹായ്, നമസ്കാരം. എന്നാണ്ട് സുഖം. ഇത് നമ്മുടെ സ്വന്തം ശ്യാമേട്ടൻ. അപ്പോൾ സെറ്റായ കാര്യങ്ങളൊക്കെ സെറ്റായി. നല്ല ചൂടുണ്ട്, രക്ഷയില്ല. പുറത്ത് പൊടിയും ചൂടും. ഈ റോഡുകൂടി കാരണേ. പിന്നെ വേറെന്തൊക്കെ സുഖം. നല്ല തട്ടിയല്ലേ പോയിട്ട് നല്ല വിശക്കുന്നുണ്ട്. നല്ല കഴിച്ചില്ല കാര്യമായിട്ട്. അപ്പം നല്ല അടുക്കളയിൽ പോയാൽ ആദ്യം ഞാൻ അടുക്കളയിൽ പോവാം. നല്ല എന്താ അയില പൊരിക്കുന്നത്? അയലയുണ്ട്. അയിലുണ്ട്. നല്ല അയില പൊരിച്ച മണം വരുന്നത്. അയല, മത്തി, ചൂര. ഇതാണ് അടുക്കള. ഈ തിരക്കിട്ട പണിയിലാണ്. ശ്യാമേട്ടാ, നമുക്ക് ഇന്ന് എന്തൊക്കെയാ സ്പെഷ്യല്? ഇന്ന് സ്പെഷ്യല് അയല ഫ്രൈ, മത്തി ഫ്രൈ, ചൂര ഫ്രൈ, കൊഞ്ച് ഫ്രൈ, കക്കത്തോരൻ. ഈ ഫ്രൈ സെപ്പറേറ്റ് ആണല്ലേ? ഫ്രൈ സെപ്പറേറ്റ് ആണ്. സെപ്പറേറ്റ്. അതായത് കഞ്ഞിയുടെ എന്തൊക്കെ വരും? കഞ്ഞിയുടെ കൂടെ കരുവാട് വറുത്തത്, മീൻ കറി. ഇതെന്താ ശ്യാമേട്ടാ? ഇത് മത്തിക്കറി. ഈ കറിയും തലേ ദിവസം ഉണ്ടാക്കി വെക്കും നമ്മള്? കറി രാവിലെ ഉണ്ടാക്കി. കഞ്ഞി മാത്രം തലേദിവസം ഉണ്ടാക്കി. രാത്രി ഉണ്ടാക്കി. തലേദിവസം നമ്മളിപ്പോൾ ഇന്ന് വൈകുന്നേരം അരിയിട്ട് തണുപ്പിച്ചിട്ട് രാത്രി വെള്ളം ഒഴിച്ചിടും. അത് നാളത്തേക്ക് ഇടുന്നു. ബാക്കിയെല്ലാം ഇത് മത്തിക്കറി. ഇത് മത്തിക്കറി. മത്തിക്കറി ഇതിന്റെ കൂടെ ഉള്ളതാണ്. പഴകഞ്ഞി സെറ്റിന്റെ കൂടെ. ഇതാണ് പഴകഞ്ഞി ചെമ്പ്. ഇതിലെന്തൊക്കെയാ നമുക്ക് ഉപയോഗിക്കാം? ഇതിൽ അതിനകത്ത് ഉള്ളി, ഇഞ്ചി, മണമുള്ള മുളക്, കാന്താരി മുളക്, സവാള. ഇത് രാവിലെ ഉണ്ടാക്കാണ്. ഇന്നാണ് കേട്ടോ. ബാക്കിയല്ലേ അതിൽ ചേർക്കുന്നത് എന്നാണ് കൊടുക്കാൻ സമയത്ത്. നല്ല കൊതിയാവുന്നു. അതിനെന്ത് സെറ്റ് ചെയ്താ. ഓ, ഇതിന്റെ കണക്കുണ്ടോ? ഒരു കഞ്ഞിക്ക് ഇത്ര 3 സ്പൂൺ അങ്ങനെയാണോ? 3 സ്പൂണ് അതേ പറ്റത്തുള്ളൂ. അതിനപ്പുറം പറ്റൂല. പറ്റില്ല. വയറ് ഫുള്ളോ? കപ്പയുണ്ട്. കപ്പ. ഓക്കെ, മതി. തൈര്. കട്ടത്തൈര്. സ്ഥിരമായിട്ട് കഞ്ഞി. ഈ കഞ്ഞി കുടിച്ചില്ലെങ്കിൽ എന്തെങ്കിലും വലിയ ബുദ്ധിമുട്ടല്ലേ? ഇങ്ങനെ കുഴച്ചടിക്കാം. അവിടെ ഇരുന്ന് കഴിക്കാം. ടേബിൾ കൊണ്ട് പോലെ. അപ്പം നടക്കട്ടെ. ഞാൻ അവിടെ പുറത്തുണ്ടോ? സ്വയംഭ തണുത്ത തൈര്, നല്ല തണുപ്പ്. കഴിച്ചോ? ഇതെന്താ? ചൂര ഉണ്ട്. ഇത് നമ്മളെ കക്കത്തോരൻ, കൊഞ്ച്, അയല ഫ്രൈ. അല്ല ഞാൻ മറ്റനാട്ടാ, അയല ഫ്രൈ ഉണ്ടോ? നല്ല ചൂടാണ്. ചൂടുകാലത്തെ നമുക്ക് അടിച്ച് കയറ്റാം. കുറച്ച് അയല കഷ്ണങ്ങൾ എടുത്തിട്ട് ഒരു ഉള്ളിയും കൂട്ടി ഇങ്ങനെ കുഴച്ച്
ഹൈലൈറ്റ് നല്ല തണുപ്പാണ്. നമ്മളിങ്ങനെ പോകുമ്പോൾ നല്ല അറിയാൻ പറ്റും തണുപ്പ് ഇങ്ങനെ. ലാലേട്ടൻ പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ലാമ്പി 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 ഇങ്ങനെ കുടിക്കണം. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. അപ്പോൾ നിങ്ങളിതെല്ലാം വന്നൂടാ. അപ്പോൾ സ്ഥലം പറഞ്ഞുതരാം. നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് കഴക്കൂട്ടം കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ തോന്നക്കലെത്തും. തോന്നക്കൽ വരുന്ന വഴിക്ക് ബൈപ്പാസ് സൈഡിൽ റൈറ്റ് സൈഡിൽ കാണാം. അതായത് ട്രിവാൻഡ്രം വരുമ്പോൾ റൈറ്റ് സൈഡിൽ കാന്താരീസ്. അപ്പോൾ വന്നൂടാ, കഴിച്ചൂടാ, പൊക്കോളാം. അപ്പോൾ വീണ്ടും കാണാം. ബൈ.